അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ കടുത്ത അനുയായിയും വലതുപക്ഷ പ്രചാരകനുമായ ചാർലി കിർക്കിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം സമ്മാനിക്കുമെന്ന് പ്രഖ്യാപിച്ചു. വെടിയേറ്റു കൊല്ലപ്പെട്ട ഈ യുവപ്രവർത്തകന്റെ ഓർമ്മയ്ക്ക് ഇതൊരു അനശ്വര ബഹുമതിയാണെന്നും അമേരിക്കൻ സ്വാതന്ത്ര്യത്തിനും സത്യത്തിനും വേണ്ടിയുള്ള അയാളുടെ അക്ഷരമായ പോരാട്ടത്തിനൊരു സ്മാരകമാകുമെന്നും ട്രംപ് വ്യക്തമാക്കുന്നു. ആരാണ് ചാർലി കിർക്ക് എന്നല്ലേ? 1993 ഇല്ലിനോയ്സിൽ ജനിച്ച ഈ യുവാവ് 20-ാം വയസ്സിൽ തന്നെ ടേണിംഗ് പോയിന്റ് USA എന്ന സംഘടന സ്ഥാപിച്ചു. യുവാക്കളെ സംരക്ഷണാത്മകവാദത്തിലേക്ക്, അതായത് അമേരിക്കൻ മൂല്യങ്ങൾ, സ്വാതന്ത്ര്യം, പരമ്പരാഗത കുടുംബ ബന്ധങ്ങൾ എന്നിവയിലേക്ക് അടുപ്പിക്കുന്നതിനായി ഈ സംഘടന പ്രവർത്തിച്ചു പോരുന്നു. ട്രംപിന്റെ 2016 തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നിൽ ചാർലിയുടെ പങ്ക് അത്രമേലും പ്രധാനമായിരുന്നു. കോളേജ് ക്യാമ്പസുകളിൽ 100 കണക്കിന് ഇവന്റുകൾ സംഘടിപ്പിച്ച് യുവതലമുറയെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന മുദ്രാവാക്യത്തിലേക്ക് ആകർഷിച്ചു. അയാളുടെ പോഡ്കാസ്റ്റുകളും ദി ചാർലി കിർക്ക് ഷോ ദിവസവും ലക്ഷക്കണക്കിന് ശ്രോതാക്കളെയായിരുന്നു കീഴടക്കിയിരുന്നത്. ഇന്ത്യക്കാരോടുള്ള ഇയാളുടെ വിവാദ നിലപാടുകളും ട്രംപിന്റെ പുണ്യയുദ്ധം എന്ന പദത്തിൽ വിശ്വാസികളെ ഉണർത്തിയ പ്രസംഗങ്ങളും അമേരിക്കൻ മീഡിയകളിൽ വലിയ തർക്കങ്ങളും സൃഷ്ടിച്ചിരുന്നു. ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണങ്ങൾക്ക് പിന്നാലെ ചാർലി ഇസ്രായേലിന്റെ അവകാശമാണത് എന്ന നിലപാടിൽ ശക്തമായി നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്കയെ ഞെട്ടിച്ച ഈ കൊലപാതകം സെപ്റ്റംബർ 10 യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിലെ ഓറം ക്യാമ്പസിൽ ഒരു സംവാദ പരിപാടിയുടെ ഭാഗമായി ചാർലി വേദിയിലെത്തിയപ്പോഴാണ്. വിഷയം തോക്ക് ആക്രമണങ്ങളും അമേരിക്കയിലെ തോക്ക് അവകാശങ്ങളും. പ്രേക്ഷകരായ വിദ്യാർത്ഥികളോട് സംസാരിക്കവേ ഒരു ചോദ്യമുണ്ടായി. കഴിഞ്ഞ 10 വർഷത്തിനിടെ എത്ര ട്രാൻസ്ജെൻഡർ അമേരിക്കക്കാർ കൂട്ട വെടിവെപ്പുകൾ നടത്തിയിട്ടുണ്ട്? ചാർലിയുടെ മറുപടിയും വിവാദപരമായിരുന്നു. അത് ഒരുപാട് കൂടുതലാണ്. ഇത് നമ്മുടെ സമൂഹത്തെ ആഴത്തിലുള്ള പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതേ നിമിഷം തന്നെ വേദിയുടെ പിന്നിൽ നിന്ന് വെടിയൊച്ചകളുണ്ടായി. ചാർലി നിലത്ത് വീണു. 32 വയസ്സിൽ ഈ അമേരിക്കൻ പ്രവർത്തകൻ അന്തരിക്കുകയാണ്. പോലീസ് അന്വേഷണവും ഇപ്പം തുടർന്നുകൊണ്ടിരിക്കുന്നു. സംശയിക്കപ്പെടുന്നവർക്കിടയിൽ തീവ്രവാദ ബന്ധങ്ങൾ സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. ഈ സംഭവം അമേരിക്കയെ മാത്രമല്ല ലോകമെമ്പാടുമുള്ള വലതുപക്ഷ പ്രസ്ഥാനങ്ങളെയാണ് ഞെട്ടിക്കുന്നത്. ഇതിന് പിന്നാലെ സെപ്റ്റംബർ 11 വാഷിംഗ്ടണിലെ വൈറ്റ് ഹൗസിൽ നിന്ന് വന്ന പ്രസിഡന്റ് ട്രംപിന്റെ പ്രഖ്യാപനം ചാർലി കിർക്ക് അമേരിക്കയുടെ ഹൃദയമാണെന്നും അയാൾ യുവാക്കളെ സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ചുവെന്നും ഈ ഭീകരമായ ആക്രമണത്തിന് മറുപടിയായി ഞാൻ അദ്ദേഹത്തിന് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം സമ്മാനിക്കുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കി. ഈ ബഹുമതി 1963 സ്ഥാപിതമായതാണ്. ജോൺ കെന്നഡി, മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, റൊണാൾഡ് റീഗൻ തുടങ്ങിയ മഹത്വമുള്ള വ്യക്തികൾക്ക് നൽകിയിട്ടുമുണ്ട്. ചാർലിക്ക് ഇത് ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തോക്ക് നിരോധന വിരുദ്ധ നിലപാടുകളും യുവാക്കളെ രാഷ്ട്രീയത്തിലേക്ക് വിളിച്ചു വരുത്തിയ സംഭാവനകളും അംഗീകരിച്ചുകൊണ്ടാണ്. ചാർലിയുടെ മരണം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ടേണിംഗ് പോയിന്റ് USA അന്താരാഷ്ട്ര റാലികൾ ഇതിനോടകം റദ്ദാക്കി. ലക്ഷക്കണക്കിന് അനുയായികൾ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റിസ് ഫോർ ചാർലി എന്ന ഹാഷ്ടാഗ് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ നേതാക്കൾ വിമർശനം ഉന്നയിച്ചുവെങ്കിലും ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം കൂടെയായതുകൂടെ വലതുപക്ഷ ബേസ് വളരെയധികം ശക്തിപ്പെട്ടിട്ടുണ്ട്. അതേസമയം മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾക്കിടെ ഈജിപ്തിന്റെ മുന്നറിയിപ്പാണ് വരുന്നത്. ഞങ്ങളുടെ മണ്ണിൽ വെച്ച് ഹമാസ് അംഗങ്ങളെ ലക്ഷ്യം വെച്ചാൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വിനാശകരമായ പ്രത്യാഘാതങ്ങളാണെന്ന് ഈജിപ്ത് വ്യക്തമാക്കുമ്പോൾ ചാർലിയുടെ ഇസ്രായേൽ അനുകൂല നിലപാടുകളുമായി ഇത് ബന്ധപ്പെടുത്തി പുതിയ ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത്. waytonikah.com, the exclusive Muslim matrimonial site.